മനസ്സിലായി? ഉണ്ണിനെ തിരിച്ച് ഞാൻ വരച്ചിട്ട് അപ്പൊ ഉണ്ണി പുറത്തു പോയാലല്ലേ പോകുള്ളൂ വരുള്ളൂ എന്ന് പറഞ്ഞു. എന്താ ചെയ്യണം? ഉണ്ണിയെ ഉണ്ണിയെ ഈ ഉണ്ണിയുടെ സങ്കടം എന്താണെന്നറിയോ? ഉണ്ണി സന്താനം കൈപ്പിടിച്ചു കൊടുത്ത് വലതുകാല വെച്ച് വലം കൈ കൊണ്ട് ദീപം വാങ്ങിച്ച് അകത്ത് വന്ന പെൺസന്താനം ഈ ഉണ്ണി സന്താനം ആ ഭവനത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് വടിയിറങ്ങിയേക്കാം. ഈ ഉണ്ണി എന്താ പറയണേ? ഞാൻ എവിടെയെങ്കിലും പൊക്കണം, ആ ഉണ്ണി വന്നോട്ടെ എന്നാ പറയണേ. ഇനി വരില്ല എന്ന് ഉടമ്പടി വെച്ച് കൊടുത്താൽ ആ പെൺസന്താനം വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ വേണ്ടെന്നാ ചോദിച്ചു. അത് തന്നെ ഉണ്ണിപ്പോഴും പറയാൻ എന്താ ഞാനിനി വരുന്നില്ല എന്ന്. ആ ഉണ്ണി പറഞ്ഞത് ഈ ഉണ്ണി ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ഞാൻ വരില്ല എന്നാ പറയണേ. അപ്പൊ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ആ ഉണ്ണി പറഞ്ഞത് അങ്ങനെയാ, നന്നാലേ വരുള്ളൂ. എന്റെ ഉണ്ണിനെ എനിക്ക് പുറത്ത് കളയാൻ പറ്റൂ. ഞാനുണ്ടെന്ന് പറഞ്ഞു ഉണ്ണിയോട്. അതെ, അതിനാണ് ഞാൻ ഉണ്ണിനെ വിളിച്ചത്. ഉണ്ണി അത് രണ്ട് ഭാഗത്തും കെടുവട്ടം കൂടാതെ കണ്ട് പൂർത്തീകരിച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? ഈ ഉണ്ണി എന്താ പറഞ്ഞത്? ഞാൻ ഏത് ഭവനത്തിൽ എന്ന് എന്റെ അന്നത്തിലുള്ള വഴി തേടിയാലും ഞാൻ അങ്ങോട്ട് വരില്ല, നീ തങ്ങി പുറത്തോ കുഞ്ഞു കുട്ടിപ്പോയതോട് ഞാൻ ഇറങ്ങിത്തരാമെന്നാ പറയണേ. അങ്ങനെ എനിക്ക് ഇറക്കി വിടാൻ പറ്റും എന്റെ ഉണ്ണിനെ. അതാ പറയണേ. ഉണ്ണി പൊക്കോ, ഞാനുണ്ട് കൂടെ. ഒരു കാലത്തും ആ ഉണ്ണി ഇതുപോലെ ആവും, അത് ചിന്തിച്ചിട്ടില്ല. മനസ്സിലായില്ല? നിന്റെ സങ്കടത്തിനെ ഒരു കാലത്ത് ഇതിന് കണക്ക് പറയേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ടില്ല. മനസ്സിലായി? നിന്നെ പടിയിറക്കി വിട്ടിട്ട് ആ പെൺസന്താനത്തിന് എനിക്ക് പടികയറ്റാൻ പറ്റും. നീ എന്താ പറഞ്ഞോട്? ഞാൻ എവിടെയെങ്കിലും പൊക്കോളം, എന്റെ കുഞ്ഞു കുട്ടിപ്പോയതങ്ങളോടുകൂടി ആ ഭവനത്തിൽ വന്ന പെൺസന്താനം സന്തോഷമായിട്ടിരുന്നോട്ടെ. അപ്പൊ അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചു. അല്ല, അത് തന്നെ ഞാനും പറഞ്ഞു. നീ നിന്റെ കുഞ്ഞു കുട്ടിപ്പോയതങ്ങൾക്ക് വേണ്ടി നീ ഒഴിവാകുമ്പോ അവർക്കും ഇതുപോലൊരു കാര്യങ്ങളും ഘട്ടങ്ങളും വരും. ഒരു സമയമുണ്ട്, അത് ആ പെൺസന്താനം ചിന്തിച്ചിട്ടില്ല. അതിന് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. നീ എന്റെ ആലയം വലത്ത് വെച്ച് വന്നിട്ട് നീ ഇത് പൊതിഞ്ഞു കെട്ടി കയ്യിൽ വെച്ചോ, ഞാൻ തീർപ്പുണ്ടാക്കി തരാം. നിന്റെ പാതി വഴിയിൽ എനിക്ക് വിട്ടിട്ട് പോരാൻ പറ്റും, വിടാൻ പറ്റുമോ? ഇതൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. എത്ര വലിയ കിട്ടും നീ? അത് വിറ്റ എത്ര വെള്ളി കിട്ടുന്ന ചോദ്യം. എനിക്ക് എന്റെ കാര്യമില്ല ചോദിച്ചു. ഉണ്ണി എന്നോടത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ അതല്ല ചോദിച്ചത്. നിനക്ക് ആ മണ്ണിൽ എത്ര വെള്ളി കിട്ടുന്ന ചോദിച്ചുള്ളൂ. നീ എനിക്ക് തരാന്ന് പറഞ്ഞത് സമ്മതിച്ചു. അപ്പൊ ഇറങ്ങിക്കോ, ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. നീ കൊണ്ടുവന്ന് ഇട്ടോട്ടാ. തന്നെയല്ലേ, പിന്നെന്തിനാ? അതായിക്കോട്ടെ, അത് തന്നെയല്ലേ. അത് മാറ്റില്ലോ. മനസ്സിലായി? ഞാനിപ്പോ പറഞ്ഞതിന്റെ കാര്യം എന്തെന്നാ പറഞ്ഞു? അതെടുത്ത് കഴിഞ്ഞിട്ടേ വേറെയാക്കി. അത് തന്നെയാ, ആള് തന്നെയാ. അങ്ങനെ ദോഷം നോക്കിയിട്ടല്ലല്ലോ ഉണ്ണി ആരും പറയാ. മനസ്സിലായില്ല? ഇപ്പൊ എന്താ നീ ഇരിക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞു? ഒരു പാത്രത്തിനകത്ത് പോകുന്ന ഉണ്ണി സ്വന്താനാണ്. കർമ്മം ചെയ്ത് കാണിട്ട് കൂടെ പറഞ്ഞ ഉണ്ണി നശിച്ച് കെട്ടു പോകാൻ വേണ്ടിയിട്ട് കർമ്മം പ്രവർത്തിച്ച് ചെമ്പോലത്തകടും അതുള്ള വസ്തുക്കളും അവരുടെ ഭവനത്തിനകത്ത് വരെ കൊണ്ടുവന്നിട്ട്. അപ്പോഴോ മനസ്സിലായ? അത് ഞാൻ തീർപ്പുണ്ടാക്കി തന്നാ പോലെ. നീ നിശ്ചയിച്ച ഉണ്ണി തന്നെയാ. എന്താ വേണ്ടേ നിനക്ക്? ആ പൊരുള് ഞാൻ പൊരുള് അത്രല്ലേ വേണ്ടു. അത് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. അല്ല, നീ അത് വിട്ടു. എന്നാലും എന്നോട് പറയാനൊരു ഭയപ്പാടുണ്ടായിരുന്നു. അതിനെന്തെങ്കിലും അനർത്ഥമുണ്ടായിട്ട് ഞാനത് കാണണ്ടേ? അല്ലേ? അത്രയും അറിയുന്നൊരു ഉണ്ണിയാ. അതുകൊണ്ടാണ് നിനക്ക് ചങ്കിനകത്തൊരു വെടച്ചില്. അവരത് ചെയ്തില്ലേ അല്ലേ? അപ്പൊ മനസ്സിലായ? ഇത് നിനക്കൊരു പാടാ. ഏതാ എന്റെ ഉണ്ണി? ഇതെല്ലാം ഒരേ വലിപ്പമാണ്. അല്ലല്ല, ഒരേ വണ്ണമല്ല, ഓരോ വലുപ്പമല്ല. ഒരു പാത്രത്തിനകത്ത് പോകുന്ന എല്ലാ ഉണ്ണികളും ഒരു പാത്രത്തിൽ നിന്നല്ല പോകുന്നേ. പാത്രം ഒന്നല്ലേ, മരം ഒന്നല്ലേ, വിത്തൊന്നല്ലേ. എന്നിട്ട് എന്താ 5 പേർക്ക് 5 ശീലങ്ങൾ? എന്താ മനസ്സിലായ? നിനക്ക് ഇതിൽ കൂടുതൽ ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മനസ്സിലായ? കാണുന്ന ഒന്നും ഒന്നല്ല ഉണ്ണിയെ. മനസ്സിലായ?
നീ എല്ലാ ഉണ്ണി സന്താനങ്ങളും ഏകോപമായിട്ട് സന്തോഷത്തോടെ നീ അങ്ങോട്ട് മനസ്സിൽ സങ്കല്പിക്കും. നിന്റെ പിന്നിക്കൂടെ നിന്നെ പ്രവർത്തിക്കുന്നത് നീ അറിയില്ല. ഇത് നിനക്ക് പാടത് കണ്ടാൽ സമ്മതിച്ച മക്കൾക്ക് തുല്യമായിട്ട് വളർത്തിയ ഇന്ന നാമോദയുള്ള ഉണ്ണി നാൽക്കാലി എന്റെ ഭവനത്തിൽ നിന്ന് 2-3 ദിനത്തിന് ഒരു ഉണ്ണികൾക്കായിട്ട് ഞാനൊന്ന് നോക്കിക്കോണം പരിപാലിച്ചേക്കണമെന്നും പറഞ്ഞ് കൊടുത്തു. ഇപ്പൊ അവരത് അവിടെ ഇല്ല എന്ന് പറയുന്നു. എനിക്കതിനെ കാണിച്ചു തരണം, തിരിച്ചു കൊണ്ടുവന്ന് തരണം എന്ന് മാത്രം പറയാ. അവരുടെ പേര് കൂടി എഴുതിക്കോ. നിന്റെ നാമോദ്യം, നിന്റെ നക്ഷത്രം, നാൽക്കാലിയുടെ നാമോദ്യം. അതുകൂടാതെ കണ്ട് ആ കൊടുത്ത ഉണ്ണികളുടെ പേര് എഴുതി കഴിഞ്ഞിട്ട് നീ ഭവനം 3 കൊലത്ത് വെക്കാം. ഏത് ഭാഗത്താ കൂടുതൽ നേരം ആ നാൽക്കാലി നിൽക്കാറ് വെച്ച് നീ അവിടെ നിന്നിട്ട് തൊഴുത് നീ പടി കിടത്തിട്ടോ ഞാൻ വഴി ഉണ്ടാക്കിത്തരാം. ഒരു 3 കർമ്മം പ്രവർത്തിച്ചു ഞാൻ ഇപ്പൊ അങ്ങോട്ട് തരുന്നില്ല. കണ്ടിട്ടില്ല. അപ്പൊ അത് ആ ഉണ്ണി വേറൊരു ഉണ്ണിക്ക് കൊടുത്തു. എന്താ വേണ്ടേ? നിനക്ക് വേണം നാൽക്കാലിനെ. അതല്ലേ പറഞ്ഞു 4 കാലല്ലേ ഉള്ളൂ. ഇനിയിപ്പോ മാറിയിട്ടുണ്ടാ? ഇല്ല. ശരിയല്ലേ? 2 കാലി മനുഷ്യനാ, 4 കാലിയാണ് മൃഗം. അങ്ങനെ തന്നെയല്ലേ? ശരിയല്ലേ? എനിക്ക് സന്ദേഹമല്ല, നിനക്കാ സന്ദേഹം. അപ്പോ അതിനൊരു പേരിട്ട് നീ ചെല്ലപ്പേരിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അത് എഴുതി വെച്ചോ കേട്ടാ. അവരുടെ ഒരു വേണ്ടപ്പെട്ട ഒരു ഉണ്ണിക്ക് കൊടുത്തതാ, ആ ദേശം മാറ്റി കൊടുത്തതാ. മനസ്സിലായി? നിനക്ക് കാണിച്ചു തന്നാ മതിയാ. അത് നിനക്ക് വാങ്ങിത്തരാൻ വേണ്ടിയിട്ടുള്ള നീ എന്റെ അടുത്തേക്ക് വന്നേ. അവര് പറഞ്ഞെന്താ? ആ ഉണ്ണി സന്താനത്തിന് ആ 4 കാലിയെ അഴിച്ചു വിട്ടപ്പോ എവിടേക്ക് പോയി എന്നറിയില്ല അല്ലേ പറഞ്ഞു. ഒരു സന്ധ്യ കഴിഞ്ഞപ്പോ ആ ഉണ്ണി വേറൊരു ഉണ്ണിക്ക് അവരുടേതായ ഒരു സ്വന്തം ബന്ധുവിന് അവര് കൊടുത്തതാ. അവർക്ക് തരാൻ. അതായത് ആ 4 കാലിയുടെ അണക്കങ്ങളും അതിന്റെ കളിചിരികളൊക്കെ കണ്ടപ്പോ കൊടുക്കാൻ നിശ്ചയില്ല. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച നീ കുറച്ച് ദിനത്തിന് കൊടുത്തതാ. അങ്ങനെ ഒരു ഉടമ്പടിയാ അല്ലേ? ശരിയല്ലേ? അപ്പൊ ഒരു 3 കർമ്മം പ്രവർത്തിച്ച ഉണ്ണി ഇതാ. അതിന്റെ പേരൊന്നും എഴുതി കടലാസുണ്ടിൽ എഴുതിട്ടെ നിന്റെ പേര് എഴുതി വെച്ചു. നിന്റെ അടുത്തല്ല അതിൽ കൂടുതൽ നേരം ഉണ്ടാവാ അല്ലേ? അകത്തുണ്ടാവണല്ലോ, പുറത്തല്ലല്ലോ കൂടുതൽ, അകത്താണല്ലോ കൂടുതൽ അല്ലേ? അതിനല്ലേ പറഞ്ഞ പുറത്തല്ല കൂടുതലും അകത്ത് നിന്റെ അരികിൽ തന്നെയാ. ഉണ്ണി സന്താനത്തിന്റെ ഉണ്ണികളെക്കാളും ഇഷ്ടം അതിനോടാ. അതും കൂടി പറഞ്ഞു. അപ്പൊ ഒന്ന് എഴുതി വെച്ചോ. ഇത് ആ ഭവനം വിട്ട് പുറത്ത് കളഞ്ഞു.